ജീവന്റെ കിരീടം സ്വർഗീയ തേജസ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ സഹനങ്ങളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നിത്യജീവന്റെ കിരീടം നമുക്ക് കിട്ടുന്നത്. എൽറോയ് മീഡിയ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ജീവന്റെ കിരീടം എന്ന പേരിൽ ഗുഡ്നെസ് ടിവിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന ഈ ആത്മീയ അനുഭവ പരമ്പരയ്ക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും കൃപകളും ആശംസിക്കുന്നു. ജീവന്റെ കിരീടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൽറോയ് മീഡിയ മിനിസ്ട്രി ഒരുക്കുന്ന ജീവന്റെ കിരീടം എന്ന പ്രോഗ്രാം ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി കൃപയായി മാറുന്ന ഒരു എപ്പിസോഡിലേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. കത്തോലിക്ക സഭയിലെ വ്യത്യസ്തമായ സംഘടനകളുണ്ടല്ലോ, അതിലൊരു സംഘടനയുടെ ആവിഷ്കാരങ്ങളോട് ചേർത്തൊരുക്കിയ ഒരു ശുശ്രൂഷയാണ് ഇന്ന് നിങ്ങൾ കാണുവാൻ പോകുന്നത്. ഈ ശുശ്രൂഷ കുട്ടികൾക്കും മുതിർന്നവർക്കും അനുഗ്രഹമായി കൃപയായി മാറും. നിത്യജീവന്റെ കിരീടത്തിലേക്കുള്ള ഒരു വഴിയാത്രയിലൂടെയാണ് ഈ ശുശ്രൂഷ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എല്ലാവരെയും ഈ ശുശ്രൂഷ കേൾക്കുവാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. തെരേസേ, ആ പന്തൊന്ന് എടുക്കുവടി പ്ലീസ്. എന്റെ ഈശോയെ, ഇതെന്റെ കാണാതെ ബാഡ്ജാണല്ലോ. തെരേസേ, നീ എന്നാ പന്തെടുക്കാത്തെ? നീ അവിടെ എന്നെ എടുക്കുവാ? തെരേസേ, ആ പന്തെടുത്ത് കൊടുക്കടി. നീ ഇവിടെ എന്നെ എടുക്കുവാ? ഡീ തെരേസേ, നീ എന്നെ എടുക്കുവാ? നിനക്കെന്നെ കിട്ടിയത്? നിനക്കെന്നാടി ഇത് കിട്ടിയേ? സാവിയോ, എന്റെ ബാഡ്ജ് കിട്ടി. ഓ, അതാണോ ഇത്ര വലിയ കാര്യം? വെറുതെ ഇന്നത്തെ കളിയും മുടക്കി അത് കളഞ്ഞിട്ട് പുതിയൊരെണ്ണം മേടിക്കടി. ഇത് ഞാൻ ഒരിക്കലും കളിയില്ല. ഇത് എന്റെ ഈശോയുടെ സ്നേഹമാണ്. ഇതിന്റെ വില നിങ്ങൾക്കറിയുമോ? കളിക്കുന്നിടയ്ക്ക് അവളുടെ ഒരു ബാഡ്ജ് കളയത്. ഇത് ഞാൻ തരില്ല. ഇത് ഞാൻ കളയാൻ പോവാ. ഞാൻ തരില്ല. നിനക്ക് വേണ്ട, ഞാൻ വേറൊരെണ്ണം കളയാൻ പോയി. ഇത് വേറൊരെണ്ണം മേടിച്ചാ മതിയെന്നേ. ഇതെന്റെ ഈശോയുടെ സ്നേഹമാ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇല്ല, ഇതിന് ഒരു പ്രത്യേകത ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല. ഉണ്ട്. ഇല്ല. നിർത്ത്. നമുക്ക് എല്ലാവർക്കും ഏതായാലും സംശയ. അപ്പൊ ഏതായാലും ഈ സംശയം തീർക്കാൻ നമ്മുടെ അങ്കിൾ ഉണ്ടല്ലോ, അങ്കിളിന് നന്നായിട്ട് ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയാം. നമുക്കെന്നാ അങ്കിളുടെ അടുത്ത് പോകാം. ശരി, അങ്ങനെയാണെ അങ്ങനെ തന്നെ. നമുക്ക് ഇപ്പൊ തന്നെ അങ്കിളുടെ അടുത്ത് പോവാം. എല്ലാ സംശയം ഇപ്പൊ തന്നെ തീർക്കാം. അന്നാ ഇനി തീരുമാനം അറിഞ്ഞിട്ടേ കളിയുള്ളൂ. വീടെത്തി. ഇതാ അങ്കിളുടെ വീട്. അങ്കിളേ, അങ്കിളേ. ഹലോ, ഹായ്, എന്തുണ്ട് വിശേഷം? ഇന്ന് നമ്മുടെ സുന്ദരക്കുട്ടന്മാർ എല്ലാരും ഉണ്ടല്ലോ. സുഖമാണോ? സുഖം അങ്കിളെ. ഞങ്ങൾ കളിച്ചോണ്ടിരുന്നപ്പോ ഇവർക്കൊരു സംശയം, അത് തീർക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നതാ. ഓക്കെ, നല്ല കാര്യം. കൃത്യസമയത്താണ് നിങ്ങൾ എത്തിയത്. ഒരു മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ പോയാൽ. ഞാൻ ഒരു സ്ഥലത്ത് പോകാൻ വേണ്ടി ഇറങ്ങാൻ തുടങ്ങിയായിരുന്നു. ഏതായാലും നിങ്ങളുടെ സംശയം തീർത്തിട്ട് ബാക്കി കാര്യം. വരും, നമുക്ക് അകത്തിരിക്കാം. ഇരിക്കെ. പിന്നെ എന്താണ് നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞത്? ഞങ്ങൾ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഞാൻ പറയാം, ഇവര് രണ്ടിലും അവിടെ കളിക്കുവായിരുന്നു. അപ്പൊ ആ കളിസ്ഥലത്ത് നിന്ന് തെരേസയ്ക്ക് എന്തോ ഒരു സംഭവം കിട്ടി. അവള് പറയുന്നത് ഭയങ്കര അവൾക്കത് കളയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോളൂ. ഭയങ്കര സെന്റിമെന്റ്സ് ഫീലൊക്കെ ആയി. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഓക്കെ നമുക്ക്
തെരേസയ്ക്ക് കിട്ടിയത് എന്തായിരുന്നു? ആ, കൊള്ളാം. ഇത് ശരിക്ക് നമ്മുടെ മിഷലീഗിന്റെ ബാഡ്ജാണ്. അങ്കിളെ, ഇവര് പറഞ്ഞില്ലേ ഫീൽ അടിച്ചെന്ന്, അത് ശരിയാ. 5ാം ക്ലാസ്സിൽ നിന്ന് അച്ഛനേക്ക് വെഞ്ചിച്ച് തന്ന എന്റെ മിഷലീഗിന്റെ ബാഡ്ജല്ലേ. അങ്കിള് പറ, ഇതിന് മൂല്യമില്ലേ? ഇത് തെരേസയ്ക്ക് അവർക്ക് അതിന് മൂല്യം ഉണ്ടായിരുന്നു പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് കേട്ടോ. മിഷലീഗിനെ ആദ്യം വെഞ്ചരിച്ച് തന്ന, അച്ഛൻ വെഞ്ചരിച്ച് തന്ന ആ ബാഡ്ജ് അന്നത്തെ സ്വീകരിച്ചപ്പോ ഇതേ ഞാനും ആ ബാഡ്ജ്, എന്റെ അന്നത്തെ ആ ബാഡ്ജ് പോയി എങ്കിലും ഈ ബാഡ്ജ് ഞാൻ ഇപ്പോഴും എവിടെ പോയാലും ഓട്ടത്തിലുണ്ടായിരിക്കും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ബാഡ്ജിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറഞ്ഞതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും മിഷണറി പ്രവർത്തിക്കാൻ ഇഷ്ടമാണോ? അതെയോ? അപ്പോൾ എന്താഗ്രഹിച്ചുകൊണ്ട് നമ്മൾ മിഷണറിയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയത്? മറ്റുള്ളവരെ സഹായിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, സഹായിക്കാൻ, മിഷണറിക്ക് വേണ്ടി സേവനം ചെയ്യാൻ, വചനം കൂടുതൽ മനസ്സിലാക്കാൻ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്നാൽ നമ്മള് അന്ന് മിഷണറിയുടെ അന്നത്തും സ്വീകരിക്കാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി അത്തായുടെ മുമ്പിൽ പോയി നിന്നപ്പോ പുരോഹിതൻ ചോദിച്ച ഒരു ചോദ്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നു? ചരിത്രത്തിൽ പ്രാർത്ഥനയില്ല. ഈശോയെ കൂടുതൽ അറിയുന്നതിനും സ്നേഹിക്കുന്നതിനും അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുന്നതിനും വേണ്ടി ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ അംഗത്വം സ്വീകരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആ അങ്കിളെ, ഞാൻ ഓർക്കുന്നു. ഈശോയെ കൂടുതൽ അറിയുവാൻ, ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ, അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുവാൻ. വെരി ഗുഡ്, വളരെ കൃത്യമായിട്ട് ഓർത്തല്ലോ. ഇനി എല്ലാവരും കൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് ഒരിക്കലും മറന്നു പോകരുത്. ഇത് എന്തിനാണ് നമ്മൾ മിഷൻ ലീഗിൽ ചേർന്നതെന്ന് നമ്മൾ എന്നും ഓർക്കണം. പറയൂ, ഒരുമിച്ച് പറഞ്ഞേ. ഈശോയെ കൂടുതൽ അറിയുവാനും ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അവിടുത്തെ രാജ്യം വിസ്തൃതമാക്കുവാനും. ആ, കൊള്ളാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ മിഷൻ ലീഗിൽ ചേർന്നത്. ഇനി നമുക്ക് ഒരു 3 വാക്കുകൾ നമുക്ക് ഓർത്തിരിക്കാം. എങ്ങനെയായിരിക്കും നിങ്ങൾ എന്ന് പറഞ്ഞേ? അറിയാൻ, സ്നേഹിക്കാൻ, പ്രഘോഷിക്കാൻ. മിടുക്കൻ, നന്നായിരിക്കുന്നു കേട്ടോ. അപ്പൊ നമ്മൾ എപ്പോഴും ഈ 3 വാക്ക് ഓർത്തിരുന്നാൽ മതി. അറിയാൻ, സ്നേഹിക്കാൻ, പ്രഘോഷിക്കാൻ. ആരെയാണ്? ആരെയാണ്? ഈശോയെ കൂടുതൽ അറിയാനും കൂടുതൽ സ്നേഹിക്കാനും അവിടുത്തെ പ്രഘോഷിക്കാനുമാണ് മിഷൻ ലീഗിൽ അംഗത്വം സ്വീകരിച്ചത്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ കേന്ദ്രം ആരാണ്? എല്ലാ പ്രവർത്തനങ്ങളും എവിടെയാണ് എത്തിച്ചേരേണ്ടത്? എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത്? ഈശോയിൽ ആരംഭിച്ച് ഈശോയിൽ എത്തിച്ചേരാൻ വേണ്ടിയാണ് നമ്മൾ മിഷൻ ലീഗിൽ പ്രവർത്തിക്കുന്നത്. ഇനി നമുക്ക് പറയാം, നമ്മള് ബാഡ്ജ് എടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ബാഡ്ജ് കാണുമ്പോൾ നമ്മൾ ഓർക്കുന്നത് ഈശോയെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതിനകത്ത് ആ റിബൺ ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണ്? റെഡ്. ഇത് കാണുമ്പോൾ ഈശോയുടെ രക്തസാക്ഷി, ഈശോ ബലി അർപ്പിച്ച് നമ്മളെ സ്നേഹിച്ചതിന്റെ ഒരു ഓർമ്മ നമുക്ക് ഈ ബാഡ്ജ് കാണുമ്പോൾ ഉണ്ട്. അപ്പോൾ ഈ ബാഡ്ജ് കാണുമ്പോൾ നമ്മൾ ആരെ ഓർക്കുന്നു? ഈശോയെ ഓർക്കുന്നു. രണ്ടാമത് കണ്ടില്ല അവിടെ ഒരു വെള്ള കുരിശ്? കുരിശിലൂടെ നമ്മെ രക്ഷിച്ചത് ആരാണ്? അപ്പോൾ ആ ഈശോയെ നമ്മൾ ഏതിൽ ഓർക്കുന്നു? ഏതില്? ആ, ബാഡ്ജിലൂടെ ഓർക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഈ ബാഡ്ജ് കാണുമ്പോ നമ്മൾ യഥാർത്ഥത്തിൽ ഓർക്കുന്നത് ആരെയാണ്? ആരെയാണ്? അപ്പോൾ ഈ ബാഡ്ജ് നമ്മള് അതിലേതിലെയും വലിച്ചെറിയുമ്പോ നമ്മൾ ആരെയാണ് വിഷമിപ്പിക്കുന്നത്? കണ്ടോ? അതുകൊണ്ടാണ് ഈ ബാഡ്ജ് തെരേസയ്ക്ക് വളരെ മൂല്യമുള്ളതായി കരുതിയത്. അപ്പൊ നമുക്കൊക്കെ മിഷൻ ലീഗിന്റെ ഈ ബാഡ്ജ് മൂല്യമുള്ളതാണ്. ഇത് അവിടെ ഇവിടെയും വലിച്ചെറിയാൻ പാടില്ല കേട്ടോ. ഇത് നമ്മൾ കുത്തുമ്പോൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് വേണം ബാഡ്ജ് ധരിക്കാൻ വേണ്ടിയിട്ട്. മിഷൻ ലീഗിന്റെ പ്രധാനപ്പെട്ട എല്ലാ ആഘോഷങ്ങളിലും ഈ ബാഡ്ജ് ധരിച്ച് വേണം പോകാൻ. അപ്പൊ നമ്മളൊരു സാക്ഷ്യവും കൂടിയാണ്. എന്താണ്? ഞാൻ എൻ്റെ ഈശോയുടെ പക്ഷത്താണെന്നുള്ള ഒരു സാക്ഷ്യവും കൂടി ഈ ബാഡ്ജ് ധരിക്കുമ്പോൾ, അല്ലേ? കുരിശ്
അതുപോലെ എന്തെങ്കിലും അവിടെ ഒരു പച്ച ഒരു പരിച ഷീൽഡ്. ഇതെന്താ അറിയാവോ സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് ഇതാണ് നമുക്ക് പ്രത്യാശയും വിശ്വാസവും. വിശ്വാസത്തിന്റെ പരിചയം അണിയാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ വിശ്വാസവും പ്രത്യാശയും നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയില് നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം, ഈശോയില് വിശ്വാസവും ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ബാഡ്ജ് ധരിക്കുമ്പോൾ ഓർത്തില്ലേ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നു ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ എല്ലാവരും ബാഡ്ജ് എടുക്കുമ്പോൾ ഓർക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഈ ബാഡ്ജ് എവിടെ പോയാലും എന്റെ പോക്കറ്റില് ഉണ്ടായിരിക്കും. ഈ യെല്ലോ നിറം നമ്മൾ സൂചിപ്പിക്കുന്നത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി മിഷനിലെ അംഗങ്ങള് സന്നദ്ധരാവുന്നതാണ്. അങ്ങളെ ഇതിലൊരു മെഡൽ കാണുന്നുണ്ടല്ലോ, അതെന്താണ് സൂചിപ്പിക്കുന്നത്? അത് ശരിയാ, അത് പറയാൻ പറ്റുന്നത് നമ്മുടെ ചെറുപുഷ്പ മിഷനിലെ സ്വർഗീയ മധ്യസ്ഥ ആരാണ്? എല്ലാവർക്കും അറിയാം അല്ലെ? വിശുദ്ധ കൊച്ചു ത്രേസ്യ. ഇത് വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഒരു മെഡലാണ്. അപ്പോൾ കൊച്ചു ത്രേസ്യയോടുള്ള ആദരവും കൊച്ചു ത്രേസ്യയോട് നമ്മൾ മിഷനിലെ അംഗങ്ങൾ പ്രത്യേകം മധ്യസ്ഥം യാചിക്കുന്നു എന്നതിന്റെയും കൊച്ചു ത്രേസ്യയെ നമ്മൾ സ്നേഹിക്കുന്നു എന്നതിന്റെയും അടയാളമായിട്ടാണ് ബാഡ്ജില് കൊച്ചു ത്രേസ്യയുടെ മെഡൽ ചേർത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഈ ബാഡ്ജ് മൂല്യമുള്ളതാണോ അല്ലയോ? അല്ലേ? ഇത് അവിടെ ഇവിടെയായിട്ട് നശിപ്പിക്കാനുള്ളതാണോ? ഇത് യഥാർത്ഥത്തിൽ നമ്മൾ എവിടെ ചേർത്ത് വെക്കേണ്ടതാണ്? നെഞ്ചോട് ചേർത്ത് വെച്ച് നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. എന്റെ ഈശോയെ ഞാൻ സ്നേഹിക്കുന്നത് പോലെ ഞാൻ ഇതിനെയും സ്നേഹിക്കണം. കാരണം ഇത് ഞാൻ എന്റെ ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് മറ്റുള്ളവരോട് ഞാൻ പറയുന്ന ഒരു സാക്ഷ്യമാണ് ഈ ബാഡ്ജ് ധരിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ആരുടെ പക്ഷത്താണുള്ളത്? ആരുടെ പക്ഷത്താണ്? ഈശോയുടെ പക്ഷത്ത് ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ് മിഷനിലെ അംഗങ്ങള്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പറയാം, എന്തിനാണ് നമ്മൾ മിഷനിലേക്ക് ചേർന്നത്? കൊള്ളാം. ഇനി ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചോട്ടെ, എങ്ങനെയാണ് ഈശോയെ കൂടുതൽ അറിയുന്നത്? മാതാപിതാക്കളിലൂടെ, പുരോഹിതരിലൂടെ, ദൈവവചനത്തിലൂടെ, ജീവിത സാഹചര്യങ്ങളിലൂടെ, സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ. ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ഓർത്തിരിക്കണം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആദ്യം ഈശോയെ അറിയുന്നത് സഭയിലൂടെയാണ്. ഏതിലൂടെയാണ്? സഭയിലൂടെയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയിലൂടെയാണ് നമ്മൾ ഈശോയെ അറിയുന്നതും ഈശോയെ കണ്ടുമുട്ടുന്നതും സഭയിലാണ്. ഇത് മറക്കരുത് കേട്ടോ. സഭയ്ക്ക് പുറത്ത് ആൾക്കാർ പറയുന്നതല്ല നമ്മൾ കേൾക്കേണ്ടത്. സഭ എന്താണ് ഈശോയെ കുറിച്ച് പറയുന്നത് അവിടെയാണ്. സഭയിലൂടെയാണ് നമ്മൾ ഈശോയെ ആദ്യമായി അറിയുന്നത്. സഭയിലാണ് നേരത്തെ തെരേസ പറഞ്ഞതുപോലെ ദൈവവചനത്തിലൂടെ. അല്ലേ? വചനം വായിക്കാറുണ്ടോ? അപ്പോൾ വചനം വായിക്കുമ്പോൾ നമ്മൾ ഈശോയെ കണ്ടുമുട്ടുകയാണ്, ഈശോയുടെ ഇഷ്ടം അറിയുകയാണ്. അപ്പോൾ വചനത്തിലൂടെ നമുക്ക് ഈശോയെ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഉദാസകൾ, അല്ലെ? ഉദാസകളിലൂടെ ഈശോയെ അറിയുന്ന ഈശോയെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ശ്രേഷ്ഠമായ ഉദാസയാണ്. അപ്പോൾ നമ്മൾ ഉദാസകളൊക്കെ പങ്കെടുക്കുമ്പോൾ ഈശോയെ അനുഭവിച്ചറിയുകയാണ്. ആ ഈശോയെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നത്. ഈ കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഏകദേശം മനസ്സിലായില്ലേ? എന്താണ് മിഷനിലേക്ക്, എന്തിനാണ് മിഷനിലേക്ക് ചേർന്നതെന്നും ഇതിന്റെ പ്രത്യേകത എന്താണെന്നും എന്താണ് അറിയേണ്ടത്, എന്താണ് സ്നേഹിക്കേണ്ടത്, എന്താണ് പ്രഘോഷിക്കേണ്ടത്. ഇനി പ്രഘോഷിക്കേണ്ടത് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെ ഈശോയെ സ്നേഹിക്കുന്നുണ്ടോ? ഇതിനോട് കൂടുതൽ സ്നേഹിക്കുമോ? ഇനി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശോയെ കുറിച്ച് എന്ത് ചെയ്യും? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കൂട്ടുകാരോട് ആരോടെങ്കിലും നിങ്ങൾ എപ്പോഴും ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലേ? നമുക്ക് ഇവിടെ ശ്രദ്ധിക്കണം. നമ്മുടെ കൂട്ടുകാരോട്, ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവരോട് ഈശോയെ കുറിച്ച് പറയണം. നമ്മുടെ ഈശോ, നമ്മളെ രക്ഷിക്കുന്ന ഈശോ, നമ്മളെ സ്നേഹിക്കുന്ന ഈശോ, നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോ, നമ്മുടെ കൂടെ നടക്കുന്ന ഈശോ, നമുക്ക് സൗഖ്യം നൽകുന്ന ഈശോ, നമ്മുടെ രക്ഷകനായ ഈശോ ഉണ്ടെന്നൊക്കെ നമുക്ക് ആ വിശ്വാസം വേണം. ആ വിശ്വാസം നമ്മൾ ആഴപ്പെടണം. എന്നിട്ട് നമ്മുടെ കൂട്ടുകാരോട് നമുക്ക് പറയാൻ സാധിക്കും.
അതാണ് യഥാർത്ഥത്തില് നമ്മളുടെ രക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് കൂടി ഒന്ന് ഓർക്കാം. നമ്മള് വിഷയം ചേർന്ന് എന്തിനാണ് എന്ന് പറഞ്ഞു? ഈ ബാഡ്ജ് ധരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നു? ഈശോയുടെ ഈശോ രക്തത്തിന്റെ നമ്മൾ രക്ഷിച്ച കാര്യം നമ്മൾ ഓർക്കുന്നു അല്ലേ? ആ സ്വപ്നം കാണുമ്പോൾ ഈശോ നമ്മളെ രക്ഷിച്ച കാര്യം ഓർക്കുന്നു. കുരിശെടുത്തുകൊണ്ട് ഈശോയുടെ കൂടെ യാത്ര ചെയ്യേണ്ടവരാണ് നമുക്ക് ബോധ്യം തരുന്നു. അതുപോലെ വിശ്വാസത്തിന്റെ പ്രത്യാശ ആ കൂടെയുണ്ട്. അതുപോലെ നമ്മള് മറ്റുള്ളവർക്ക് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടി നമ്മൾ എവിടെ ചെന്നാലും സമാധാനത്തിന്റെ മക്കളായിരിക്കണം. കലക്കത്തിന്റെയോ വിദ്വേഷത്തിന്റെയോ അല്ല. ഒരു മിഷൻ ലീഗ് അംഗം എവിടെ ചെന്നാലും അവിടെ എന്ത് കൊടുക്കുന്നവരാണ്? സമാധാനം കൊടുക്കുന്നവരാണെന്ന് പറയുവാൻ സാധിക്കണം. അതോടൊപ്പം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ആദരവായിട്ട് നമ്മള് ഒത്തിരിയും വാഞ്ചി ചേർത്ത് വെക്കും. അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതൊരു സംശയവുമായിട്ടാണ് അല്ലേ? അപ്പോൾ യഥാർത്ഥത്തില് തെരേസ പറഞ്ഞത് അത് സത്യമാണ്. നമ്മളിതിനെ കൂടുതൽ സ്നേഹിക്കണം. ഈശോയെ കൂടുതൽ സ്നേഹിക്കുമ്പോൾ നമുക്ക് സംഘടനയും കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ആ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് ഈ ബാഡ്ജ്. അപ്പോൾ അത് ഏറ്റവും മൂല്യമായിട്ട്, ഏറ്റവും ബഹുമാനത്തോടെ, ഏറ്റവും ആദരവോടെ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ. അങ്ങനെ നമ്മളിതിനെ ഉപയോഗിക്കണം. അപ്പോൾ തെരേസയെ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുകയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായത് കൊണ്ടാണല്ലോ ഇവിടെ വരാൻ പറ്റിയതും ഇത് നമുക്ക് സംശയം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചതും. നിങ്ങളുടെ ആ നല്ല മനസ്സിനെ ഞാൻ ഓർക്കുകയാണ്, അഭിനന്ദിക്കുകയാണ് കേട്ടോ. ഒരു സംശയം തോന്നിയാൽ നമ്മളത് പരിഹരിക്കണം. അത് എവിടെ നിന്നാണോ പരിഹരിക്കാൻ സാധിക്കുന്നത് ആ ഇടത്തുനിന്ന് അത് പരിഹരിക്കാൻ നിങ്ങൾ വന്നതിൽ ഒത്തിരി സ്നേഹത്തോടെ ഓർക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ബാഡ്ജ് എന്നാണ് മിഷൻ ലീഗിൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 1960 ഏപ്രിൽ 24-25 പാലായിൽ വെച്ച് നടന്ന 13ാം വാർഷികത്തിൽ വെച്ചാണ് ഈ ബാഡ്ജ് ഉദ്ഘാടനം ചെയ്തത്. ഓ, നിങ്ങൾ ചില്ലറക്കാരൊന്നും അല്ല കേട്ടോ, സമ്മതിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. ഏതായാലും നിങ്ങൾ ഇന്ന് ഇതിനു വേണ്ടി ഇവിടെ വരെ വന്നു. എൻ്റെ യാത്രയും മുടങ്ങി. അതുകൊണ്ട് ഒരു 2-3 വ്യക്തികളെ കൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കുഴപ്പമില്ലല്ലോ? ഇല്ല. അപ്പോൾ മിഷൻ ലീഗിൻ്റെ തുടക്കത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം ഒരു 3 വ്യക്തികളെ നമ്മൾ ഓർത്തിരിക്കണം. ആരൊക്കെയാണെന്ന് ഒന്ന് ഓർത്ത് നോക്കാമോ? കുഞ്ഞേട്ടനും മിസ് അൽഫോൻസാമ്മ. അല്ല, ഒരു അച്ഛൻ ഉണ്ടായിരുന്നല്ലോ, ഫാദർ ജോസഫ് മാലപ്പറമ്പ്. അതെ. അപ്പോൾ ഇപ്പം നിങ്ങൾ 3 പേരുടെയും പേര് പറഞ്ഞു. ആരൊക്കെയാണ്? വളരെ ശരിയാണ് നിങ്ങൾ പറഞ്ഞത്. ഇനി ഈ അൽഫോൻസാമ്മ ഏത് മഠത്തിലായിരുന്നു അറിയാവോ? അതെ, ഭരണങ്ങാനം മഠത്തിലായിരുന്നു വിശുദ്ധ അൽഫോൻസാമ്മ ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞേട്ടൻ ആരായിരുന്നു അറിയാവോ? കുഞ്ഞേട്ടൻ നല്ലേ പേര്? അല്ല, PC അബ്രഹാം പല്ലാട്ടുകുന്നേ. ശരിയാണ്, PC അബ്രഹാം പല്ലാട്ടുകുന്നേൽ. ഈ PC അബ്രഹാം പല്ലാട്ടുകുന്നേലിനെ നമ്മൾ വിളിക്കുന്ന തൂലികാ നാമമാണ്, അല്ലെങ്കിൽ എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നതാണ്. അഥവാ കുഞ്ഞേട്ടൻ കത്തെഴുതുമ്പോൾ കുട്ടികളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് ഏത്? കുഞ്ഞേട്ടൻ എന്ന പദം അല്ലേ? അപ്പോൾ കുഞ്ഞേട്ടൻ്റെ ഒരു സഹോദരി ഭരണങ്ങാനം മഠത്തിൽ നമ്മുടെ അൽഫോൻസാമ്മയോടൊപ്പം വ്രതവാഗ്ദാനം ചെയ്തിരുന്നു. ആരാണ്? സിസ്റ്റർ റീത്ത. അപ്പോൾ കുഞ്ഞേട്ടൻ ഈ ചേച്ചിയെ കാണാൻ വേണ്ടിയിട്ട് ഭരണങ്ങാനം മഠത്തിൽ പോകുമായിരുന്നു. അങ്ങനെ അൽഫോൻസാമ്മയുമായി കുഞ്ഞേട്ടൻ പരിചയത്തിലായി. അങ്ങനെ കുഞ്ഞേട്ടനും കൂട്ടുകാരും ഒക്കെ സ്കൂളിൽ പോകുമ്പം ഈ മഠത്തിൻ്റെ സമീപത്തോടെ കൂടി പോകുമായിരുന്നു. അപ്പോൾ അവിടെ ഈ മഠത്തിൻ്റെ വക ഒരു ചാമ്പമരം ഉണ്ടായിരുന്നു. അതിൽ ചാമ്പങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുട്ടികളും കുഞ്ഞേട്ടനും ഒക്കെ ഈ ചാമ്പങ്ങ പറിച്ച് തിന്നുമായിരുന്നു. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അങ്ങനെ കുഞ്ഞേട്ടനും കൂട്ടുകാരും ഈ ചാമ്പങ്ങ പറിച്ച് തിന്നുകൊണ്ടിരുന്നപ്പം അവിടുത്തെ മദർ
ഇവരെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമായിരുന്നു. കാരണം ഇതേ കയറിയിട്ട് ഇതെല്ലാം കൂടെ ഇതേ കമ്പുമെല്ലാം ചവിട്ടി ഒടിച്ച് അടിച്ച് കുറച്ചൊക്കെയല്ലേ പിള്ളേർ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്. അപ്പോൾ മദർ ദേഷ്യപ്പെട്ട് ഓടിക്കുമായിരുന്നു. അപ്പോൾ ഈ സിസ്റ്റർ, അപ്പോൾ വെള്ള തലം കൊണ്ടിട്ടിരിക്കുന്ന ഈ സിസ്റ്റർ ഈ പിള്ളേരെ പയ്യെ കൈകൊണ്ട് വിളിച്ചിട്ട് പറയും, നിങ്ങൾ വൈകിട്ട് വന്നേരെ ഞാൻ ചാമ്പങ്ങ പെറുക്കി വെച്ചേക്കാവെന്ന് പറയും. അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ ഇവർ പള്ളിക്കൂടത്തിൽ പോയിട്ട് തിരിച്ചോടി ചെല്ലുമ്പം അൽഫോൻസാമ്മ എന്തെടുത്ത് കൊടുക്കുമായിരുന്നു? ചാമ്പങ്ങ കൊടുക്കുമ്പം അൽഫോൻസാമ്മ കുഞ്ഞേട്ടനോടും കൂട്ടുകാരോടും ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, സുഹൃത ജപം ചെല്ലാൻ. ഒരു ചാമ്പങ്ങയ്ക്ക് ഒരു സുഹൃത ജപം വെച്ച് ചെല്ലാൻ ഇവരോട് പറഞ്ഞിരുന്നു. സുഹൃത ജപം ചൊല്ലിയിട്ട് മിഷന് കാഴ്ചവെക്കണം എന്ന് അൽഫോൻസാമ്മ ഇവരോട് പറയുമായിരുന്നു. അപ്പോൾ ഒരു ചാമ്പങ്ങയ്ക്ക് ഓരോ സുഹൃത ജപം വീതം ചെല്ലണം, ചെല്ലിയിട്ട് എന്ത് ചെയ്യണം? മിഷന് വേണ്ടി കാഴ്ചവെക്കണമെന്ന് അൽഫോൻസാമ്മ പറഞ്ഞിരുന്നു. ഇപ്പോൾ യഥാർത്ഥത്തിൽ അൽഫോൻസാമ്മ പറയും, നിങ്ങൾ മിഷനെ അറിയണം, മിഷനെ സഹായിക്കണം, മിഷണറി ആകണം. അപ്പോൾ എന്തായാലും മിഷനെ അറിയണമെന്ന് പറയുമ്പം മിഷൻ കേന്ദ്രങ്ങളെക്കുറിച്ച് നമ്മൾ അറിയണം, പിന്നെ സഹായിക്കണം. രണ്ട് വിധം നമുക്ക് സഹായിക്കാം. എങ്ങനെയൊക്കെ ആയിരിക്കും? സാമ്പത്തികമായും പിന്നെ പ്രാർത്ഥനയിലൂടെ. വളരെ ശരിയാണ്. അപ്പോൾ നമുക്ക് മിഷനെ സഹായിക്കാൻ സാധിക്കുന്നത് ഈ രണ്ട് മാർഗങ്ങളിലൂടെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ്. നമുക്ക് എപ്പോഴും മിഷനെക്കുറിച്ച്, മിഷന് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കണം. പിന്നെ സാധിക്കുന്നത് പോലെ മിഷണറിയായി, ഒരു വൈദികനായി, ഒരു സിസ്റ്ററൊക്കെയായി മിഷൻ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യണം. ഇതാണ് യഥാർത്ഥത്തിൽ സിസ്റ്റർ കുഞ്ഞേട്ടനോടും കൂട്ടുകാരോടും പറഞ്ഞിരുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ട് ഇതിനകത്ത്? മിഷനെ അറിയണം, മിഷനെ സഹായിക്കണം, മിഷനറി ആകണം. വളരെ ശരിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് മിഷൻ ലീഗ് എന്ന സംഘടന കുഞ്ഞേട്ടനിലൂടെ ആരംഭിക്കുവാൻ കാരണമായത്. അപ്പോൾ കുഞ്ഞേട്ടനോട് അൽഫോൻസാമ്മ നിരന്തരമായി ഇങ്ങനെ പറയുമായിരുന്നു, നിങ്ങൾ മിഷനെ അറിയണം, മിഷനെ സഹായിക്കണം, മിഷണറി ആകണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് കുഞ്ഞേട്ടന് ഇങ്ങനൊരു സംഘടന തുടങ്ങുവാൻ വേണ്ടി വലിയ പ്രചോദനമായിരുന്നു. അപ്പൊ ഈ മാലിപ്പറമ്പിലച്ഛനോ? മാലിപ്പറമ്പിലച്ഛൻ. ഈ മാലിപ്പറമ്പിലച്ഛൻ എവിടെയാ ജനിച്ചതെന്നറിയാമോ? നിങ്ങൾക്ക് പറയാമോ? കുടമാളൂരിലാണ്. കുടമാളൂർ. ശരിയാണ്, കുടമാളൂരാണ് മാലിപ്പറമ്പിലച്ഛൻ ജനിച്ചത്. കുടമാളൂർ ഏത് രൂപതയിലായിരുന്നു അറിയാമോ? ചങ്ങനാശ്ശേരി രൂപത. കറക്റ്റ്. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുടമാളൂർ ഇടവകയിൽ മാലിപ്പറമ്പിൽ കുര്യൻ മറിയം ദമ്പതികളുടെ മൂത്ത മകനായി 1909 ഡിസംബർ 24 ജനിച്ചു. അച്ഛനായത് എന്നായിരുന്നു എന്നറിയാമോ? ആരാണ് പട്ടം നൽകിയതെന്നറിയാമോ? 1936 ഡിസംബർ 21 അഭിവന്യ മാർ ജെയിംസ് കാളാശ്ശേരി പിതാവിൽ നിന്നാണ് ബ്രദർ ജോസഫ് മാലിപ്പറമ്പിൽ വൈദിക പട്ടം സ്വീകരിച്ചത്. 1941 മുതൽ 44 വരെ ഭരണങ്ങാനം പള്ളിയിൽ അസിസ്റ്റൻ്റ് വികാരിയായി ഫാദർ ജോസഫ് മാലിപ്പറമ്പിൽ സേവനം ചെയ്തിരുന്നു. ഇനി ഇടയ്ക്ക് ഒന്ന് ചോദിച്ചോട്ടെ, അൽഫോൻസാമ്മ മരിച്ചത് എന്നാണെന്നറിയാമോ? 1946. അല്ല, നമ്മൾ ഈ ഡേറ്റ് ഒരിക്കലും മറന്നു പോകരുത്. നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ വിശുദ്ധ, നമ്മുടെ കേരളത്തിലെ നമ്മുടെ സഹോദരി മരിച്ച ദിവസം, പ്രത്യേകിച്ച് നമ്മളുടെ മിഷൻ ലീഗുമായിട്ട് ഒത്തിരി ബന്ധമുള്ള അൽഫോൻസാമ്മ മരിച്ച ദിവസം നമ്മൾ ഓർക്കണം. ജൂലൈ 28 എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ? 1946 ജൂലൈ 28 അൽഫോൻസാമ്മ മരിച്ചത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അൽഫോൻസാമ്മ മരിച്ചതിന് ശേഷം ഭരണകാലത്ത് അൽഫോൻസാമ്മയുടെ കബറിടത്തിലേക്ക്
തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാൻ തുടങ്ങി. അവിടെ ഒരുപാട് പേര് വരാൻ തുടങ്ങി. കുട്ടികളൊക്കെ ഒത്തിരി അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു വന്നപ്പോൾ കാളാശ്ശേരി പിതാവ് ഈ മാലിപ്പറമ്പിലച്ഛനെ തന്നെ വീണ്ടും അൽഫോൻസാമയുടെ കബറിടത്തെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുകയായിരുന്നു. അങ്ങനെ മാലിപ്പറമ്പിലച്ഛനെ കുഞ്ഞേട്ടൻ പോയി പരിചയപ്പെടുകയും, നേരത്തെ കുഞ്ഞേട്ടൻ അറിയാമായിരുന്നു, കുഞ്ഞേട്ടൻ കൂടുതൽ പരിചയപ്പെടുകയും തങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്ന സംഘടനയെക്കുറിച്ച് മാലിപ്പറമ്പിലച്ഛനോട് പറയുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വലിയ സപ്പോർട്ടാണ് കുഞ്ഞേട്ടന് മാലിപ്പറമ്പിലച്ഛനിൽ നിന്ന് കിട്ടിയത്. 1947 മാർച്ച് മാസത്തിലായിരുന്നു കുഞ്ഞേട്ടനും മാലിപ്പറമ്പിലച്ഛനും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച. യഥാർത്ഥത്തിൽ ആ കൂടിക്കാഴ്ചയിലാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ കാൽവയ്പ് നടന്നതെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഭരണങ്ങാനത്ത് പാകിയ ചെറിയ കടുകുമണി പോലെയുള്ള ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന ആ പ്രസ്ഥാനം ഇന്ന് വളർന്ന് കേരളത്തിന് വെളിയിലും ഭാരതത്തിന് വെളിയിലും ഇന്ന് പ്രവർത്തിക്കുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മായ പ്രേക്ഷിത സംഘടനയായി ഇപ്പോൾ ഏകദേശം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഈ സംഘടനയിൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കത്തില്ലേ? നന്നായിട്ട് പ്രവർത്തിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു ദിവസം കുറേ കൂടെ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, പറഞ്ഞു തരാം, തയ്യാറാണ്. ഇപ്പോൾ തൽക്കാലം നിർത്തുകയാണ്. അങ്ങളെ ഇത്രയും നേരം ഞങ്ങളുടെ സംശയങ്ങളൊക്കെ തീർത്തു തന്നതല്ലേ. ഞങ്ങൾ ഇനിയും വരും. ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ കണ്ടില്ലേ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ബാഡ്ജിന്റെ വിലയെല്ലാം മനസ്സിലായില്ലേ? നന്ദി തെരേസ. ഞങ്ങളുടെ പന്തുകളി പോയെങ്കിലും നീ കാരണം ഞങ്ങൾക്ക് മിഷൻ ലീഗിനെ പറ്റി ഇത്രയും മനസ്സിലാക്കാൻ സാധിച്ചു. ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ആത്മായ പ്രേക്ഷിത സംഘടനയെന്ന് വിശേഷിപ്പിക്കുന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് അത് ഭരണങ്ങാനത്തിൻ്റെ മണ്ണിൽ ഉദയം ചെയ്തിട്ട് 7 പതിറ്റാണ്ടുകൾ കഴിഞ്ഞ് അതിന് പ്ലാറ്റിനം ചുവരൊക്കെ കഴിഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം, 1,00,000-ഓളം വൈദികരെയും അതിലധികം സന്യസ്തരെയും പ്രദാനം ചെയ്ത സഭയിലെ ശ്രേഷ്ഠമായ സംഘടന, 58 പിതാക്കന്മാർ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിച്ച ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന. ഈ സംഘടനയെ ആനുകാലിക പ്രസക്തിയോടുകൂടെ മാധ്യമങ്ങളിലൂടെ സംഘടന ലക്ഷ്യം വെക്കുന്ന പോലെ നമ്മൾ അറിഞ്ഞ ഈശോയെ, നമ്മൾ സ്നേഹിക്കുന്ന ഈശോയെ, നമ്മൾ പ്രഘോഷിക്കേണ്ട ഈശോയെ ഈ കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് മാധ്യമങ്ങളിലൂടെ പ്രഘോഷിക്കുക എന്ന ആ ഒരു ലക്ഷ്യത്തോടെ ഒരുക്കുന്ന ഈ എപ്പിസോഡ് ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. സ്നേഹമുള്ളവരെ, തുടർന്നും നമുക്ക് കണ്ടുമുട്ടാം. ഈശോയെ കൂടുതൽ അറിയാം, ഈശോയെ കൂടുതൽ സ്നേഹിക്കാം, അവിടുത്തെ രാജ്യം സാധ്യമാകുന്നത് പോലെ നമുക്ക് പ്രഘോഷിക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയുള്ളവർക്കും ഇനി സംഘടന ഇല്ലാത്തവർക്കും, സംഘടനയുള്ളവർക്ക് അത് കൂടുതൽ തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുവാൻ ഇതൊരു പ്രചോദനമാകുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാ ബുധനാഴ്ചയും 4:30 ഗുഡ്നസ് TV-യിലൂടെ കാണുവാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ വീണ്ടും എല്ലാ വെള്ളിയാഴ്ചയും പ്രഭാതത്തിൽ 5:30 പ്രക്ഷേപണം ചെയ്യുന്നു. നിങ്ങൾക്ക് ഇത് കാണുവാനും ആസ്വദിക്കുവാനും അങ്ങനെ ഈശോയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും അവിടുത്തെ നമ്മളാൽ കഴിയുമിതം പ്രഘോഷിക്കുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവത്തിൻ്റെ സജീവനാമത്തിൽ നന്ദി. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ.